ശരിക്കും ടർബോ ഡീഗ്രേഡ് അടിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ടർബോയെ കുറിച്ച് മാത്രമല്ല, ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ അതിന്റെ ഡീഗ്രേഡിങ് എന്നുള്ള രീതിയിൽ കമന്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ ആളുകൾ, നമ്മുടെ യുവതലമുറ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ. ഇന്നത്തെ ചിത്രങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ യുവതി യുവാക്കളാണ് ഓരോ ചിത്രവും വിജയിപ്പിക്കുന്നത്. അത് നമ്മുടെ മാറി വന്ന ഒരു ട്രെൻഡാണ് മലയാള സിനിമയിൽ. മലയാള സിനിമ ഇപ്പോൾ ഈ സുവർണ കാലഘട്ടം എന്ന് പറയുന്ന രീതിയിൽ 2024 ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങി വിജയിക്കുന്ന ഒരു കാലഘട്ടമാണ്, വർഷമാണ്. ഇതില് ഈ ടർബോ എന്ന് പറയുന്ന ചിത്രം, ഇപ്പൊ ടർബോ മാത്രമല്ല, ഇതിനു മുമ്പ് ഇറങ്ങിയ കിങ് ഓഫ് കൊത്ത, അതേപോലെ തന്നെ വാലിബനായാലും ഇറങ്ങിയപ്പോ തന്നെ പടം ഏത് രീതിയിലും ആയിക്കോട്ടെ, എല്ലാത്തരം പ്രേക്ഷകരും കാണണമല്ലോ. ഇപ്പൊ എന്റെ ഇഷ്ടമായിരിക്കില്ല മറ്റാളുടെ ഇഷ്ടം. അപ്പൊ കണ്ടു വിലയിരുത്തണം. അതിന് ഒരാഴ്ചയെങ്കിലും ഓടാനുള്ള സമയം കൊടുക്കണം. അതെ അതെ, ഒരു ഷോ കഴിയുന്നതിന് മുമ്പ് തന്നെ ഡീഗ്രേഡ്, മെയിൻ ആയിട്ട് ഫേക്ക് ഐഡിയിൽ നിന്നാണ്. നമ്മൾ അത് നോക്കുമ്പോ കമന്റ് ബോക്സിൽ നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റും ഫേക്ക് ഐഡിയ ആണ്. സ്വന്തം വ്യക്തിത്വം പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഒളിഞ്ഞു നിന്ന് ചെയ്യുന്ന രീതിയിൽ എന്തിനോ വേണ്ടി ചെയ്യുന്ന, ഏതോ ലക്ഷ്യം വെച്ച് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. ഇതിപ്പോ മമ്മൂക്കയുടെ കാര്യം, ഇപ്പൊ ടർബോയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പൊ മമ്മൂക്കയുടെ ചിത്രം, ഇനി ലാലേട്ടന്റെ ചിത്രം ഇറങ്ങുമ്പോൾ അത് ലാലേട്ടന്റെ, അതേപോലെ ടൊവിനോയുടെ, നിവിൻ പോളിയുടെ ആയാലും, ദുൽഖറിന്റെ ആയാലും, പൃഥ്വിരാജിന്റെ ആയാലും, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ എല്ലാവരും, അങ്ങനെ നടന്മാരുടെ ഇതില്ല. ഇപ്പൊ ഈ ടർബോയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തരം പ്രേക്ഷകരും സ്വീകരിച്ച, ഇവരെയൊക്കെ തകർത്തി എറിയുന്ന രീതിയിലൊക്കെ. അതെ, ഇപ്പൊ ടർബോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിവാദങ്ങളും, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പറഞ്ഞ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷെ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന, കലയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവര് തീർച്ചയായിട്ടും നല്ല ചിത്രമാണെങ്കിൽ സ്വീകരിക്കുക തന്നെ, ഇരുകൈ നീട്ടി സ്വീകരിക്കും. അതിന് ഉദാഹരണം തന്നെയാണ് ഇപ്പോ ടർബോ ആയാലും, തലവനായാലും, ഗുരുവായൂരമ്പല നടയിലായാലും. അങ്ങനെ ഇപ്പൊ ഇന്ന് വൺസ് അപ്പോൺ എ ടൈം നാദൃശിക്കാട് ഇറങ്ങിയിട്ടുണ്ട്. ആ ചിത്രവും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, ഞാനടക്കം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു സിനിമ അണിയിച്ചൊരുക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. മെയിൻ ആയിട്ട് പറയേണ്ട ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹം പല രീതിയിൽ പല കടങ്ങളും, അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സിനിമ. ആ സിനിമ ആദ്യം തന്നെ പിടിച്ച് ഇറക്കുമ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ മുടക്കിയ മുതൽ തിരിച്ചു കിട്ടണമെന്നില്ല. ഒരുപാട് നാളത്തെ പരിശ്രമം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരിശ്രമവും ഒരു ടീം വർക്കിൻ്റെതായിട്ടുള്ള പരിശ്രമവും കൂടുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ചിത്രം തകർക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. ഒരു 5 ചിത്രങ്ങൾ ഈ പടം വിജയിച്ചാൽ എടുക്കാം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുമ്പോൾ പടത്തെ തകർത്ത രീതിയിൽ വരുമ്പോൾ ആ പ്രൊഡ്യൂസർ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. മലയാള സിനിമയിൽ ഒരു പ്രൊഡ്യൂസർ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ടർബോയുടെ കാര്യം എടുത്തായാലും, ഇപ്പൊ ടർബോയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ടർബോയുടെ കാര്യം, അപ്പൊ ആ പ്രൊഡ്യൂസറിന് നഷ്ടം വരുത്തി കഴിഞ്ഞാൽ അദ്ദേഹം അടുത്ത കാലത്തൊന്നും സിനിമ ഇറക്കില്ല. ഇപ്പൊ വേറൊരു ചിത്രത്തെ, വേറൊരു നടന്റെ, ഏത് നടനായാലും എന്നെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മള് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിട്ട്, ഇന്ന നടന്നോ അല്ലെങ്കിൽ ഇന്ന തിരക്കഥാകൃത്തുന്നോ അല്ലെങ്കിൽ സംവിധായകനോ പക്ഷം പിടിക്കാത്ത, അല്ലെ പ്രൊഡ്യൂസറിനോ പക്ഷം പിടിക്കാത്ത രീതിയിലുള്ള സിനിമ കാണാൻ വേണ്ടിയാണ് നമ്മൾ തിയേറ്ററിൽ വന്നത്. അപ്പോൾ അവിടെ നമ്മൾ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സിനിമയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാണും. മൗത്ത് പബ്ലിസിറ്റിയിലായാലും നമ്മൾ വന്ന് കണ്ട് വിലയിരുത്താനായാലും, ഒരു പ്രാവശ്യം കാണാൻ വരുന്നവൻ രണ്ടാമത് കാണുമ്പോൾ ആ പ്രൊഡ്യൂസറിന് അതിൽ നിന്നും ഒരു ഓഹരി കിട്ടുമ്പോൾ അദ്ദേഹം അടുത്ത പടം എടുക്കാൻ അദ്ദേഹത്തിന് പ്രചോദനം ഉണ്ടാവുന്നു. പക്ഷെ അത് മുളയിലെ നുള്ളിക്കളഞ്ഞ് ആ പ്രൊഡ്യൂസറിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഈ പ്രവണത ഒരിക്കലും മലയാള സിനിമയെന്നല്ല, ഇന്ത്യൻ സിനിമയിലോ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ നല്ലതല്ല. ഒരിക്കലും ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതേപോലെ ഒരു ചോദ്യം വേറൊരു ചിത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇപ്പൊ ഈ ഒരു ചിത്രം എടുത്ത ഒരു പ്രൊഡ്യൂസർ, അവര് ഇപ്പോ വേറൊരു ഫാന്റെ കാര്യത്തിലാണ്, അവരിഷ്ടപ്പെടുന്ന നടന്റെ രീതിയിലാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ പ്രൊഡ്യൂസർ തന്നെ ആയിരിക്കും അവർ ഇഷ്ടപ്പെടുന്ന താരത്തെ വെച്ചിട്ട് അടുത്ത പടം എടുക്കാൻ പോകുന്നത്. പക്ഷെ ഇങ്ങനെ ബ്ലോക്ക് ആവുമ്പോൾ, നഷ്ടം വരുമ്പോൾ ആ പടം എടുക്കാനുള്ള സാമ്പത്തികം അദ്ദേഹത്തിന്റെ ഇല്ലാതായി തീരും. ഇല്ല, തീർച്ചയായിട്ടും. അപ്പൊ അത് ബ്ലോക്ക് ആവും, ആ ഒരു പ്രോജക്റ്റ് നഷ്ടപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനത്തെ രീതിയിലുള്ള ഡീഗ്രേഡിങ് ഈ ടർബോ എന്നല്ല ഒരു ചിത്രത്തിനും ആരും നൽകരുത്. തീർച്ചയായിട്ടും ആ ഒരു ചിത്രം ഞാൻ കണ്ടതാണ്. നല്ല രീതിയിൽ തന്നെ മമ്മൂക്ക തകർത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയണം. ബിന്ദു പണിക്കർ ചേച്ചി ആയാലും
എല്ലാവരും രാജ്ബി ഷെട്ടി ആയാലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത് ഒരുപാട് നാളത്തെ പ്രയത്നവും ഒരു പരിശ്രമവും കൊണ്ടാണ് ആ ഒരു ചിത്രം അണിയിച്ചൊരുക്കിയത്. അപ്പൊ അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ അത്രയും മുതൽ മുടക്കില് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികൾ ചിലവാക്കിയിട്ടാണ് ആ ഒരു സിനിമ ഇറക്കിയത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് നഷ്ടം ആകാതെ അവർക്ക് മുടക്കിയ മുതലെങ്കിലും തിരിച്ചിട്ടുന്ന രീതിയിലേക്ക് വരുന്നതിന് പകരം അത് തകർത്ത് കളയുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് പെരുമാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.